ഗുഡ് മോർണിംഗ് ഓൾ. ക്വാണ്ടിറ്റി സർവേയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് ക്വാണ്ടിറ്റി സർവേ, ക്വാണ്ടിറ്റി സർവേയർ, ക്വാണ്ടിറ്റി സർവേയർ ഡ്യൂട്ടീസ്, അതേപോലെ എന്താ എസ്റ്റിമേഷൻ എല്ലാം ടൈപ്പ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബേസിക് ഐഡിയാസ് എല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ഈ മൊഡ്യൂളിൽ പ്രധാനമായിട്ട് നമുക്കുള്ളത് എർത്ത് വർക്കിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് റോഡിൻ്റെ എർത്ത് വർക്ക് ക്വാണ്ടിറ്റി കാൽക്കുലേഷനാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ പ്രധാനമായിട്ടുള്ള വരുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ ചോദ്യങ്ങളൊക്കെ വരാറുള്ളത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. അപ്പോൾ നമ്മൾ ആ ഭാഗം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം എർത്ത് വർക്ക് കമ്പ്യൂട്ടേഷനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം മനസ്സിലാക്കി, അതിൻ്റെ ഇക്വേഷൻസൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമുക്കതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എർത്ത് വർക്ക് കമ്പ്യൂട്ടേഷനാണ് നോക്കുന്നത്. ദ വോളിയം ഓഫ് എർത്ത് വർക്ക് ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഡെപ്ത് ഓഫ് എക്സ്കവേഷൻ ഓർ ഫില്ലിംഗ് എന്നാണ് പറഞ്ഞത്. അതായത് നമ്മളൊരു എർത്ത് വർക്കിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോളിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലേ? നമ്മളൊരു ബോക്സ് എടുക്കുക, ആ ബോക്സ് എത്ര അളവുണ്ട്, അല്ലെങ്കിൽ ആ ബോക്സിൽ നമ്മൾ എന്തെങ്കിലും മണ്ണിട്ട് നിറയ്ക്കണം. അപ്പോൾ ആ മണ്ണ് എത്രത്തോളം ഇട്ടുണ്ടെന്ന് അറിയാൻ നമ്മൾ എന്താ ചെയ്യുക, അതിൻ്റെ വോളിയമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലേ? അപ്പോൾ വോളിയം കണ്ടെത്തണമെങ്കിൽ എന്തൊക്കെ വേണം? നീളം, വീതി, അല്ലെങ്കിൽ അതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത്ത് വേണം. ആ കാര്യമാണ് അവിടെ പറഞ്ഞത്. നമ്മുടെ എർത്ത് വർക്ക് എപ്പോഴും വോളിയത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ വോളിയത്തിൻ്റെ അതിൻ്റെ യൂണിറ്റ് ഇപ്പം എന്തായിരിക്കും? എം ക്യൂബ്, അല്ല മീറ്ററിലാണെങ്കിൽ മീറ്റർ ക്യൂബ്, ഫീറ്റിലാണെങ്കിൽ ക്യൂബിക് ഫീറ്റ്, അങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. അപ്പോൾ എർത്ത് വർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ വോളിയമാണ് എന്നാണ് ആദ്യം പറഞ്ഞത്. എർത്ത് വർക്ക് ഇൻ ഫില്ലിംഗ് ഈസ് കോൾഡ് എർത്ത് വർക്ക് ഇൻ എംബാങ്ക്മെൻറ്റ് ആൻഡ് എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഈസ് കോൾഡ് എർത്ത് വർക്ക് ഇൻ കട്ടിങ്. അതായത് നമ്മൾ എർത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ റോഡിൻ്റെ വർക്കിനെ കണക്കാക്കുക, അല്ലെങ്കിൽ ഒരു കനാൽ നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു റോഡ് വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു കഴിവതും ഒരേ നിരപ്പിലാണ് നമ്മൾ കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും കഴിവതും നമ്മൾ എന്ത് ചെയ്യുക, ഒരേ ലെവലിലാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. കൂടുതൽ കയറ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ എന്ത് ചെയ്യും, എർത്ത് കട്ട് ചെയ്ത് മാറ്റും, അല്ലെ? വലിയ കയറ്റമുള്ളിടത്തൊക്കെ നമ്മൾ റോഡുകൾ കണ്ടിട്ടുണ്ടാവും, സൈഡിലൊക്കെ കട്ട് ചെയ്ത് താഴ്ത്തിയിട്ടുണ്ടാവും. അപ്പോൾ എന്താ, കയറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ കട്ട് ചെയ്തു, അല്ലേ? ചില സമയത്ത് എന്തുണ്ടാവും, താഴ്ന്ന പ്രദേശമായിരിക്കും, അപ്പോൾ അവിടെ നമ്മൾ മണ്ണിട്ട് ഫില്ല് ചെയ്യും. അങ്ങനെ രണ്ട് രീതിക്ക് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ മണ്ണിട്ട് ഫില്ല് ചെയ്തതിൻ്റെ വോളിയവും നമ്മൾ കണക്കാക്കേണ്ടി വരും. അതേപോലെ എർത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വോളിയവും നമ്മൾ കണക്കാക്കേണ്ടി വരും. അപ്പോൾ എർത്ത് വർക്കിന് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഈ കട്ട് ചെയ്തതിൻ്റെ വോളിയവും അതേപോലെ ഫില്ല് ചെയ്ത് വെച്ചതിൻ്റെ എംബാങ്ക്മെൻറ്റിൻ്റെ അതിൻ്റെ വോളിയവും ഒക്കെ ഇൻക്ലൂഡ് ആവുന്നതാണ് ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് എന്ന് നമ്മൾ ടോട്ടലി പറയാം. അപ്പോൾ ഇവിടെ പറഞ്ഞതാണ് എർത്ത് വർക്കിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഫില്ലിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെയും കൂടി വോളിയായിട്ടാണ് കണക്കാക്കുക. അത് ഫില്ലിങ്ങിന് നമ്മൾ എർത്ത് വർക്കിൻ എംബാങ്ക്മെൻറ്റ് അല്ലെങ്കിൽ എർത്ത് വർക്കിൻ ഫില്ലിംഗ് എന്ന് പറയും. അതേപോലെ എക്സ്കവേഷൻ കുഴിക്കുകയാണെങ്കിൽ എർത്ത് വർക്കിൻ കട്ടിങ്ങോ അല്ലെങ്കിൽ എർത്ത് വർക്കിൻ എക്സ്കവേഷനോ നമ്മൾ പറയുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ എർത്ത് വർക്കിൻ്റെ കാൽക്കുലേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു റോഡ് അല്ലെങ്കിൽ കനാലൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യൂഷ്വലി നമ്മളതിന് കൺസിഡർ ചെയ്യുന്ന ഷേപ്പ് ഒരു ട്രപ്പിസോഡൽ ഷേപ്പായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. പല ഷേപ്പിൽ കട്ടിങ്സ് നമുക്കുണ്ടാവും, എങ്കിലും മോസ്റ്റ് എക്കണോമിക്കലായിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട് നിൽക്കാനൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ട്രപ്പിസോഡൽ ഷേപ്പായിരിക്കും. ആ ട്രപ്പിസോഡൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, റെയിൽവേ പരിസരങ്ങളിലൊക്കെ മെറ്റൽ കൂട്ടിയിട്ട വലിയ കൂനകൾ കണ്ടിട്ടുണ്ടാവും. അതൊരു ട്രപ്പിസോഡൽ ഷേപ്പിലാണ് കൂട്ടിയിട്ടുണ്ടാവുക. അതേപോലെ നമ്മൾ പാടത്തു കൂടിയൊക്കെ റോഡ് പോകാമെന്ന് വിചാരിക്കുക, വലിയൊരു വയലിൽ കൂടെ വലിയൊരു ഹൈവേ പാസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫില്ല് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡും ഇങ്ങനെ സ്ലോപ്പായിട്ട് മോൾ ഭാഗത്ത് കൂടെ റോഡ് പോകുന്ന രീതിക്ക് ഒരു ട്രപ്പിസോഡൽ ഷേപ്പായിരിക്കും. അത് കട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ട്രപ്പിസോഡൽ ഷേപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ ക്രോസ് സെക്ഷൻ എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഇപ്പോൾ വലിയൊരു നമ്മളെന്താ പറയുക, ഒരു ബെന്ന് അല്ലെങ്കിൽ ഒരു കേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ കേക്ക് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം സൈഡിൽ നിന്ന് നോക്കുന്ന ആ ഭാഗം, അതിനാണ് നമ്മൾ ക്രോസ് സെക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ റോഡ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്, ആ റോഡിൻ്റെ ലെങ്ത് വൈസ് നമ്മൾ എടുക്കുക, ലെങ്ത് വൈസ് റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്, അതിൻ്റെ വിഡ്ത്ത് വൈസ് നമ്മൾ കട്ട് ചെയ്തിട്ട് നോക്കുന്നതിനെയാണ് ക്രോസ് സെക്ഷൻ എന്ന് പറയുക. അങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു ട്രപ്പിസോഡൽ ഷേപ്പ് ആയിരിക്കും കാണാം എന്നാണ് പറഞ്ഞത്. യൂഷ്വലി ക്രോസ് സെക്ഷൻസ് ഓഫ് എർത്ത് വർക്ക് ഫോർ കനാൽ ഓർ റോഡ് ഈസ് കൺസിഡേർഡ് ഇൻ ട്രപ്പിസോഡൽ ഷേപ്പ് വിത്ത് സൈഡ് സ്ലോപ്പ് N:1 സൈഡ് സ്ലോപ്പിലാണ് കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ താഴെ നോക്കുക, കട്ടിങ്ങിൻ്റെയും അതേപോലെ ഫില്ലിങ്ങിൻ്റെയും ഒരു ട്രപ്പിസോഡൽ ഷേപ്പ് അവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ വാല്യൂസൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതാണെന്ന് വിചാരിക്കുന്നു. അതിലെ ടോപ്പ് വിടുത്ത് റൈറ്റ് സൈഡിലെ ഫിഗർ നോക്കുക, അതായത് എംബാങ്ക്മെൻറ്റിൻ്റെ നോക്കുക, അതായത് നേരെ നിൽക്കുന്ന ആ ഫില്ലിൻ്റെ ചിത്രം നോക്കുക. അത് ടോപ്പ് വിടുത്ത് ബി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും, കാണുന്നുണ്ടാവും. ടോപ്പ് വിടുത്ത് ബി, ആ ഭാഗത്താണ് നമ്മൾ റോഡാണെങ്കിൽ റോഡ് അവിടെ ആ ഭാഗത്താണ് കൺസ്ട്രക്ട് ചെയ്യുക. എവിടെ, അത് ഫില്ലിംഗ് ആണെങ്കിൽ ആ മുകൾ ഭാഗത്താവും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. ഇപ്പോൾ കട്ടിങ് ആണെങ്കിൽ താഴെ ഭാഗമാണ് ബി എന്ന് കാണിച്ചിരിക്കുന്നത്, അപ്പോൾ അതിലൂടെയാണ് റോഡ് പാസ് ചെയ്തിട്ടുണ്ടാവുക കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം. ഓക്കെ, അപ്പോൾ
ഇങ്ങനെയുള്ള അതിൻ്റെ സൈഡ് സ്ലോപ്പ് n:1 ആണെന്ന് സൈഡ് സ്ലോപ്പ് കൊടുത്തിരിക്കുന്നു. n:1 എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ട് n:1 ബ്രാക്കറ്റിൽ n ഹൊറിസോണ്ടൽ ടു 1 വെർട്ടിക്കൽ. അതായത് n മീറ്റർ ഹൊറിസോണ്ടൽ പോകുമ്പോൾ 1 മീറ്റർ ഉയരം. നമ്മളൊരു ചിത്രം വരയ്ക്കുക അങ്ങനെ. അപ്പോൾ ആ ഫിഗറിനെ നോക്കുക. ആ ഫിഗറിൽ നോക്കുക 1 മീറ്ററാണ് മുകളിലേക്ക്, അതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത്ത് 1 മീറ്റർ ആണെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് ഡിസ്റ്റൻസ്, ട്രയാങ്കിളിൻ്റെ ഭാഗം ഹൊറിസോണ്ടലായിട്ട് ഡിസ്റ്റൻസ് എത്ര വരും? ഈ ഒരു ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിൾ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് വെർട്ടിക്കൽ ഹൈറ്റ് അല്ലേ, ഈ ഭാഗമാണ് വെർട്ടിക്കൽ ഹൈറ്റ്, ഇതാണ് ഹൊറിസോണ്ടൽ. അപ്പോൾ ആ സ്ലോപ്പ് എന്ന് പറയുന്നതാണ് എന്താണ്, n ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ പോവുകയാണെങ്കിൽ 1 മീറ്റർ ഹൈറ്റ്. ആ സമയത്ത് എത്ര സ്ലോപ്പ് വരുമോ അതാണ് അതിൻ്റെ സ്ലോപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നോക്കുക, ഇവിടെ നമുക്കറിയാം എത്ര ഹൈറ്റ് ഉള്ളത്. ഇവിടെ d ഹൈറ്റാണ് കാണിച്ചിരിക്കുന്നത്. ഹൈറ്റ് ഈ ഭാഗത്ത് കാണാം, d ഹൈറ്റാണ് കാണിച്ചിരിക്കുന്നത് അവിടെ. അപ്പോൾ d ഹൈറ്റ് ആകുമ്പോൾ 1 മീറ്റർ ഹൈറ്റ് ആകുമ്പോൾ n ഡിസ്റ്റൻസ്, അങ്ങനെയാകുമ്പോൾ d ഹൈറ്റ് ആകുമ്പോൾ എത്ര ആയിരിക്കും? nd ആയിരിക്കും ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് ഭാഗം നമുക്ക് കാണാൻ പറ്റും. nd ആണ് അവിടുത്തെ ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അവിടെ nd ഡിസ്റ്റൻസ് ട്രയാങ്കിളിൽ വന്നത്. അപ്പോൾ എന്തിനാണ് ട്രയാങ്കിളിൻ്റെ ഡയമെൻഷൻ നമ്മൾ മനസ്സിലാക്കിയത്? നമുക്ക് ആ ക്രോസ് സെക്ഷൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും അല്ലേ. എന്തിനാണ് ക്രോസ് സെക്ഷൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ടോട്ടൽ വോളിയമാണ് കാണേണ്ടത്, എർത്ത് വർക്കിൻ്റെ വോളിയമാണ് കാണേണ്ടത്. വോളിയം കാണണമെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കാണുന്നതൊക്കെ എന്താണ്? ഈ രണ്ടും കാണുന്നത് എന്താണ്? രണ്ട് കാണുന്നത് അതിൻ്റെ ക്രോസ് സെക്ഷനാണ്. അപ്പോൾ ഈ ക്രോസ് സെക്ഷൻ കൂടാതെ ലെങ്ത് ഇതിൻ്റെ കൂടെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലെങ്ത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ ലെങ്ത്ത് ഇൻറ്റു ഈ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ വോളിയം കിട്ടും അല്ലേ. ലെങ്ത്ത് ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വോളിയം കിട്ടും. അപ്പോൾ ഇതുകൊണ്ട് ഈ ക്രോസ് സെക്ഷൻ്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി എല്ലാ ഭാഗത്തെയും ഡയമെൻഷൻസ് നമ്മൾ എഴുതി. നമ്മൾ പറഞ്ഞു ഈ മോൾ ഭാഗത്ത് ഇത്രയാണ് b ഡിസ്റ്റൻസ് അല്ലേ, b കാണുന്നില്ലേ അവിടെ, b ആണ് ഡിസ്റ്റൻസ് കണ്ടു. അതേപോലെ ഈ ഭാഗത്ത് താഴത്തും എന്തായിരിക്കും? b ആയിരിക്കും. ഓക്കെ, പിന്നെ എന്തുണ്ട്? 2 ട്രയാങ്കിൾസ്, ഈ സൈഡിലൊരു ട്രയാങ്കിൾ, ഈ സൈഡിലൊരു ട്രയാങ്കിൾ, അങ്ങനെ 2 സൈഡിലും 2 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതിയാവും? ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഈ എങ്ങനെ ചെയ്യാമെന്നെങ്കിൽ ഈ സ്ക്വയറിൻ്റെ ഏരിയ പ്ലസ് 2 ട്രയാങ്കിൾസിൻ്റെ ഏരിയ, അങ്ങനെ ചെയ്താലും നമുക്ക് ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ ചെയ്ത പോലെ ഒരു ആവറേജ് വിഡ്ത്ത്, അതായത് ടോപ്പിൽ വിഡ്ത്ത് എന്താണ്? b ആണ്. ബോട്ടം വിഡ്ത്ത് എത്രയാണ് ഉണ്ടാവുക? ബോട്ടത്തിൽ വിഡ്ത്ത് b പ്ലസ് 2 സൈഡിലും nd, അതായത് 2nd ഉണ്ടാവും അല്ലേ. b പ്ലസ് 2nd ആയിരിക്കും താഴെ ഭാഗത്തെ ഇവിടുത്തെ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് ഉള്ളത്. അപ്പോൾ ആ 2 വിഡ്ത്തുകളുടെ ആവറേജ് എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെയാണ് താഴെ ചെയ്തിരിക്കുന്നത്. ഇവിടെ എഴുതുക, നമ്മൾ കട്ടിങ്ങിൻ്റെ ഏരിയയാണ് കണ്ടുപിടിച്ചുള്ളത്. കട്ടിങ്ങിൻ്റെ ആണെങ്കിലും ഫില്ലിങ്ങിൻ്റെ ആണെങ്കിലും രണ്ട് ട്രപ്പിസോഡൽ ഷേപ്പാണ്. അതുകൊണ്ട് രണ്ടിൻ്റെ ഏരിയ ഈ ഫിഗറിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഏരിയ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ടോപ്പ് വിഡ്ത്ത് ഓഫ് കട്ടിങ് ഇവിടെ എഴുതിയിട്ട് ടോപ്പ് വിഡ്ത്ത് ഓഫ് കട്ടിങ് ഇത് b പ്ലസ് 2nd എന്നാണ് കേട്ടോ. nd മുകളിലല്ല, 2nd എന്നുള്ളതാണ്. നോക്കുക, ഈ ഭാഗത്തിൻ്റെ വിഡ്ത്താണ് എഴുതിയിരിക്കുന്നത്. b പ്ലസ് സെൻട്രൽ b കാണാം, b പ്ലസ് ഇവിടെ 2nd. അപ്പോൾ ടോപ്പ് വിഡ്ത്ത് b പ്ലസ് 2nd ആണ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ താഴത്തെ വിഡ്ത്ത് എത്രയാണ്? b ആണ്. ഇതിൻ്റെ നേരെ ഉൾട്ടയായിട്ടുള്ള ചിത്രമാണ് റൈറ്റ് സൈഡിലുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒന്നിനെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ b പ്ലസ് 2nd എന്നുള്ളത് ടോപ്പ് വിഡ്ത്താണെന്ന് കിട്ടി. അപ്പോൾ ആവറേജ് വിഡ്ത്താണ് രണ്ടാമതായിട്ട് കാണുന്നത്. ആവറേജ് വിഡ്ത്ത് അപ്പോൾ എന്തായിരിക്കും? താഴെ b, മുകളിൽ b പ്ലസ് 2nd. അപ്പോൾ ഇതിൻ്റെ രണ്ടിലും പ്ലസ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏകദേശം മിഡ് പോർഷനിലുള്ള അതിൻ്റെ ആവറേജ് വിഡ്ത്ത് നമുക്ക് കിട്ടും. അതിന് വേണ്ടി എന്താ ചെയ്തുള്ളത്? b പ്ലസ് 2nd ചെയ്തു, ബൈ 2 ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് b പ്ലസ് nd എന്നുള്ള ഒരു വാല്യൂ കിട്ടി. ആ b പ്ലസ് nd എന്നുള്ള വാല്യൂ ആണ് എന്ത്? അതിൻ്റെ ആവറേജ് വിഡ്ത്ത്. ഓക്കെ, ഇനി ആവറേജ് വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഈ ആവറേജ് വിഡ്ത്ത് ഇൻറ്റു ഈ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതിൻ്റെ ഏരിയ നമുക്ക് കിട്ടും. അതാണ് അടുത്ത ചെയ്യുന്നത്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈക്വൽ ടു ആവറേജ് വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത്. ആവറേജ് വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത് ചെയ്താൽ ആ ഏരിയ കിട്ടും. അപ്പോൾ എന്ത് കിട്ടി? നമ്മൾ b പ്ലസ് nd ആണ് നമുക്ക് കിട്ടിയത്, ആവറേജ് വിഡ്ത്ത് ഇൻറ്റു d അല്ലേ. അപ്പോൾ b പ്ലസ് nd ഇൻറ്റു d എന്നുള്ളതാണ് എന്ത്? അതിൻ്റെ ഏരിയ. അത് നമുക്ക് ഡിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് bd പ്ലസ് nd സ്ക്വയർ എന്ന് എഴുതാം. ഇതിനെ ഈ എഴുതിയിരിക്കുന്ന വാല്യൂവിനെ b പ്ലസ് bd പ്ലസ് nd സ്ക്വയർ എന്നും നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ്റെ ഏരിയ. നമ്മൾ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. സിമ്പിളായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ
ചോദിക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക, ഫിഗർ നോക്കുക, ആ ഫിഗറിൻ്റെ ഏരിയ നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ ക്വാണ്ടിറ്റി കാണാം. ഇപ്പോൾ നമ്മളെന്താ കണ്ട്, എർത്ത് വർക്കിൻ്റെ ക്രോസ് സെക്ഷൻ്റെ ഏരിയ ആണ് കണ്ടത്. ഇനി അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കാണണം. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, വോളിയമാണ് അല്ലേ. അതിൻ്റെ ക്രോസ് സെക്ഷൻ മാത്രമേ കിട്ടിയുള്ളൂ, അതിൻ്റെ മൊത്തത്തിലുള്ള ഭാഗം കിട്ടണമെങ്കിൽ ഇപ്പോൾ താഴത്തെ ഫിഗർ നോക്കുക, ഈ ഫിഗർ നോക്കുക. ഈ ഫിഗർ കാണുന്നതാണ് ഒരു റോഡ് സെക്ഷൻ അല്ലെങ്കിൽ ഒരു റോഡ് ഫില്ലിങ്ങിൻ്റെ അല്ലെങ്കിൽ കട്ടിങ്ങിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ഫില്ലിങ്ങിൻ്റെ ഫിഗറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഏരിയ നമുക്ക് കാണാം, ഇവിടെ ഒരു ഏരിയ ഉണ്ടാവും, ഇവിടെ ഇവിടുത്തെ ഒരു ഏരിയ ഉണ്ടാവും അല്ലേ. അങ്ങനെ എവിടെ കട്ട് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, ഒരു ഏരിയ കിട്ടും. ആ ഏരിയ ഒരു ക്രോസ് സെക്ഷൻ കിട്ടും. ആ ക്രോസ് സെക്ഷൻ്റെ ഏരിയ ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഈ എൻഡിലൊരു ഏരിയ കാണാം അല്ലേ. ഇവിടെ എൻഡിൽ നമുക്കൊരു ഒരു ഏരിയ കാണാൻ പറ്റും, അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഡെപ്തും ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ക്യാഷ് ഉപയോഗിച്ച് അതിൻ്റെ ഏരിയ കാണാൻ പറ്റും. അങ്ങനെ ഏത് ഭാഗത്ത് കട്ട് ചെയ്താലും നമുക്ക് എന്താ പറ്റും, അവിടുത്തെ സെക്ഷനിലെ ഏരിയ നമുക്ക് കാണാൻ പറ്റും. ഇനി ആ സെക്ഷനിലെ ഏരിയ ഇൻറ്റു ലെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് അതിൻ്റെ വോളിയം കിട്ടും. അതാണ് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക്. ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് ഈസ് മെഷേർഡ് ബൈ കാൽക്കുലേറ്റിംഗ് വോളിയം. ഫോളോയിങ് മെത്തേഡ്സ് ആർ യൂസ് ഫോർ കാൽക്കുലേറ്റിംഗ് വോളിയം എന്നാണ് പറഞ്ഞത്. അതായത് ചില മെത്തേഡുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ക്വാണ്ടിറ്റി കാണുക, വോളിയാണ് കാണുന്നത്. വോളിയം എന്ന് പറഞ്ഞാൽ സെക്ഷണൽ ഏരിയ ഇൻറ്റു ലെങ്ത്ത്. അപ്പോൾ ഇപ്പോൾ നോക്കുക, ഇവിടെ ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എവിടേക്ക് ഏരിയ എടുക്കാൻ പറ്റുമോ ആ ഏരിയ ഇൻറ്റു ആ രണ്ട് ഏരിയകളെ കണക്ട് ചെയ്യുന്ന ആ ലെങ്ത്ത്, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ മൊത്തത്തിലുള്ള വോളിയം കിട്ടും. അപ്പോൾ ഓരോ മെത്തേഡ്സിലേക്കായിട്ട് നമ്മൾ പോവുകയാണ്. ആദ്യത്തെ മെത്തേഡ് മിഡ് സെക്ഷണൽ ഏരിയ മെത്തേഡാണ്. മിഡ് സെക്ഷണൽ ഏരിയ മെത്തേഡ് പേര് പോലെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണോ പേര് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മിഡ് സെക്ഷൻ്റെ ഏരിയ എടുക്കുക. അപ്പോൾ നമ്മളൊരു എൽ ലെങ്ത്തുള്ളൊരു സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത് വിചാരിക്കുക. അതിന് കറക്റ്റ് സെൻറ്ററിലുള്ള ക്രോസ് സെക്ഷൻ എടുക്കുക. അപ്പോൾ എന്തായിരിക്കും, അത് ഏകദേശം ഒരു ആവറേജ് ആയിട്ടുള്ള സെക്ഷൻ ആയിരിക്കും. ചിലയിടത്ത് ചിലപ്പോൾ ഹൈറ്റ് കൂടുതലുണ്ടാവും, ചില ഭാഗത്ത് ഹൈറ്റ് കുറവുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഏരിയ മാറും അല്ലേ. ഹൈറ്റ് പലയിടത്തും പല പോലെ ആകുമ്പോൾ ഏരിയ അതിനനുസരിച്ച് മാറും. യൂഷ്വലി സൈഡ് സ്ലോപ്പ് ബാക്കി ബി എല്ലാം എന്തായിരിക്കും, കോമൺ ആയിട്ട് ഒരേപോലെയാവും കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഹൈറ്റ് പലയിടത്തും ഗ്രൗണ്ടിൻ്റെ ലെവലിനനുസരിച്ച് ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്തിൻ്റെ വാല്യൂവിൽ വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, മിഡ് സെക്ഷനിലെ വാല്യൂ എടുക്കും. അതായത് ഏകദേശം ആവറേജ് ആയിട്ട് വരുന്ന മിഡ് സെക്ഷനിലത്തെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് അതിനനുസരിച്ചുള്ള വോളിയം കിട്ടും. അപ്പോൾ ഇതിലെങ്ങനെയാണ് വോളിയം കണ്ടുപിടിക്കണം നോക്കുക. വോളിയം ഈക്വൽ ടു ഏരിയ ഓഫ് മിഡ് സെക്ഷൻ. ഇവിടെ ഫിഗറിൽ കാണാം നിങ്ങൾക്ക് ഏരിയ ഓഫ് മിഡ് സെക്ഷൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു സെക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ടാവുന്നിരിക്കുന്നു. അതിൻ്റെ ഡെപ്ത് എത്രയാണ് കാണിച്ചിട്ടുള്ളത്, DM. ഡെപ്ത് DM എന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് ഡെപ്ത് ഇൻ മിഡ് സെക്ഷൻ എന്നുള്ളതാണ് DM കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആ DM ഡെപ്തുള്ള ആ ഭാഗത്ത് വരുന്ന സെക്ഷൻ്റെ ഏരിയ എടുക്കുക. അതേ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെക്ഷൻസ്. സെക്ഷൻസിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ D1 എന്ന് പറഞ്ഞിട്ടൊരു ഡെപ്തുള്ള ഒരു ഏരിയയും കാണാം, ഏറ്റവും എൻഡിൽ D2 എന്ന് പറഞ്ഞിട്ട് ഡെപ്തുള്ള ഏരിയയും കാണാം. ഈ രണ്ട് ഏരിയകൾ തമ്മിലുള്ള ഡിസ്റ്റൻസാണ് നമുക്ക് വേണ്ടത്. ആ രണ്ട് ഏരിയകളുടെ മിഡ് സെക്ഷനിലത്തെ ഏരിയ നമ്മൾ കണ്ടു. അതേ ഇൻറ്റു ഈ രണ്ട് ഭാഗങ്ങളും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ രണ്ട് എൻഡുകൾ തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും, വോളിയം കിട്ടും. വോളിയം ഈക്വൽ ടു ഏരിയ ഓഫ് മിഡ് സെക്ഷൻ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെക്ഷൻസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദ മിഡ് സെക്ഷണൽ ഏരിയ ഈസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സെക്ഷൻസ്. അതായത് നമുക്ക് പ്രധാനമായിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് അറിയാം എന്തായിരിക്കും, രണ്ട് എൻഡിലെ സെക്ഷൻസ് ആകുമ്പോൾ നമുക്കറിയാം അല്ലെ. മിഡിലെ സെക്ഷൻ നമുക്ക് അത് കട്ട് ചെയ്ത് നോക്കിയിട്ട്, നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ റോഡ് നമുക്ക് കട്ട് ചെയ്യാൻ കഴിയില്ല. നമുക്ക് രണ്ട് എൻഡിലെ സെക്ഷൻസ് നമുക്ക് അളന്ന് നോക്കാൻ പറ്റും, പക്ഷേ മിഡിലുള്ള നമുക്ക് അളന്ന് നോക്കാൻ കഴിയില്ല അല്ലേ. ആ കാര്യം നമുക്ക് കട്ട് ചെയ്ത് നോക്കാൻ കഴിയില്ല. അപ്പോൾ അതെന്ത് ചെയ്യുക, ഈ രണ്ട് ഏരിയകളെ ബേസ് ചെയ്ത് നമ്മൾ നടുവിലത്തെ ഏരിയ കണ്ടുപിടിക്കുക. ആ ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതേ ഇൻറ്റു ഈ രണ്ട് സെക്ഷൻ തമ്മിലുള്ള ലെങ്ത്ത് നമ്മൾ ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ വോളിയം എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഗിവ്സ് അക്യുറേറ്റ് റിസൾട്ട് ടു ലെവൽ ഗ്രൗണ്ട്. ഒരു ലെവൽ ഗ്രൗണ്ട് ആണെങ്കിൽ അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ഈ മെത്തേഡിലൂടെ നമുക്ക് കിട്ടും. ലെവൽ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അക്യുറസിയിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവാം, അക്യുറേറ്റ് ആയിക്കൊള്ളുന്നില്ല ഈ മെത്തേഡ് വെച്ചിട്ട്. ഒന്നാമത്തെ മെത്തേഡ് മിഡ് സെക്ഷണൽ ഏരിയ മെത്തേഡ് എന്നുള്ളതാണ്, അതൊന്ന് മനസ്സിലാക്കുക. അടുത്തത് മീൻ സെക്ഷണൽ ഏരിയ മെത്തേഡാണ്. ഇതിൽ വോളിയം എന്ന് പറയുന്നത് വോളിയം ഈക്വൽ ടു മീൻ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെക്ഷൻസ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, മിഡ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മീൻ സെക്ഷണൽ ഏരിയ അല്ല. രണ്ട് ഏരിയകളുടെ ആവറേജ് എടുക്കുന്നതാണ് നമ്മൾ മീൻ സെക്ഷണൽ ഏരിയ എന്ന് പറയുക. അവിടെ നമ്മളെന്താ ചെയ്യുന്നത്, മിഡ് സെക്ഷനിലെ ഡെപ്ത് കണ്ടുപിടിക്കും. ആ ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ കാണുകയാണ് ചെയ്യുക. പക്ഷേ ഈ മെത്തേഡിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട്
സെക്ഷൻസ് അറിയാം, ഇവിടെ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും സെക്ഷനിലെ ഏരിയ നമുക്ക് അറിയാം, അല്ലെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാനുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ ആ രണ്ടിൻ്റെ ഏരിയ അറിയെങ്കിൽ അതിൻ്റെ ആവറേജ് എടുത്താൽ കിട്ടും, നമുക്ക് മീൻ സെക്ഷനിലെ ഏരിയ കിട്ടും. മീൻ സെക്ഷൻ, അത് മിഡ് സെക്ഷനിലത്തെ ഏരിയ ആയിക്കൊള്ളണമെന്നില്ല, മീൻ രണ്ടിൻ്റെ ആവറേജ് ആയിട്ടുള്ള മീൻ ക്രോസ് സെക്ഷനിലെ ഏരിയ നമുക്ക് കിട്ടും. അപ്പോൾ ആ മീൻ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെക്ഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് വോളിയം കിട്ടും. ഇവിടെ പറയേണ്ടത് ദ മീൻ ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് ഫൗണ്ട് ബൈ ടേക്കിംഗ് ആവറേജ് ഓഫ് ഏരിയാസ് ഓഫ് 2 സെക്ഷൻ. 2 സെക്ഷൻസിൻ്റെ ഫസ്റ്റിലും ലാസ്റ്റിലും 2 സെക്ഷൻസിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മീൻ ക്രോസ് സെക്ഷണൽ ഏരിയ നമുക്ക് കിട്ടും. ദിസ് കോമൺലി അഡോപ്റ്റഡ് മെത്തേഡ്, അത് കോമൺലി അഡോപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക, ഗവൺമെൻറ് ഏജൻസീസൊക്കെ വർക്ക് ചെയ്യുമ്പോൾ, റോഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ കോമൺലി അഡോപ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഇത് മീൻ സെക്ഷണൽ ഏരിയ മെത്തേഡ് എന്നുള്ളത്. ഇനി മൂന്നാമത്തെ മെത്തേഡിലേക്ക് പോകാം, ട്രപ്പിസോഡൽ ഫോർമുല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ് ട്രപ്പിസോഡൽ ഫോർമുല. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ജസ്റ്റ് 1-2 സെക്ഷൻസ് ഉണ്ടാകുന്ന, ജസ്റ്റ് 2 സെക്ഷൻസ്, ഒരു പീസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, റോഡിൻ്റെ ഒരു കഷ്ണം എടുത്തു കഴിഞ്ഞാൽ 2 സെക്ഷൻസ് നമുക്ക് കിട്ടും. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി ട്രപ്പിസോഡൽ ഫോർമുല വരുമ്പോൾ കുറേ നമ്പർ ഓഫ് സെക്ഷൻസ് ഉണ്ടാവും. കാരണം റോഡ് വലിയ ലെങ്ത്തിൽ റോഡ് ഉണ്ടാക്കുമ്പോൾ, കിലോമീറ്ററോളം റോഡ് ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് 2 സെക്ഷൻസ് മാത്രം, ഫസ്റ്റ് ലാസ്റ്റ് സെക്ഷൻ മാത്രം എടുത്താൽ മതിയാവില്ല. അതങ്ങനെ ചെയ്താൽ അത് അക്യുറേറ്റ് ആവില്ല. കുറേ സെക്ഷൻസ്, ഒരു 10 മീറ്റർ ഗ്യാപ്പിലോ അല്ലെങ്കിൽ 20 മീറ്റർ ഗ്യാപ്പിലൊക്കെ ഓരോരോ സെക്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ എന്താ പറയുക വോളിയം കണ്ടുപിടിക്കുക. അപ്പോഴേ അത് അക്യുറേറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ കുറേ ലെങ്ത്തിൽ ലെവൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആവറേജ് എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ അതാണ് ട്രപ്പിസോഡൽ റൂൾ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് മീൻ സെക്ഷണൽ ഏരിയ മെത്തേഡ്. മീൻ സെക്ഷണൽ ഏരിയ മെത്തേഡിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് എന്ത്, ഈ ട്രപ്പിസോഡൽ മെത്തേഡ് എന്ന് പറയുന്നത്. മീൻ സെക്ഷൻ കണ്ടുപിടിച്ച പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഈസ് അപ്ലിക്കബിൾ ടു സീരീസ് ഓഫ് സെക്ഷൻസ് ടേക്കൺ അറ്റ് ഈക്വൽ ഇൻ്റർവൽ. ഒരു ഈക്വൽ ഇൻ്റർവെൽ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു 20 മീറ്റർ ഗ്യാപ്പിൽ നമ്മളിങ്ങനെ സെക്ഷൻസ് എടുത്ത് പോവുകയാണ്. അങ്ങനെ സെക്ഷൻസ് എടുത്ത് പോകുമ്പോൾ അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, ഈ ഇൻ്റർവെൽ, ഈ മെത്തേഡ്, ട്രപ്പിസോഡൽ ഫോർമുല മെത്തേഡ്. അപ്പോൾ നമുക്ക് പറയാം A1 A2 A3 അങ്ങനെ അപ് ടു AN വരെയാണ് നമ്മളെ ഏരിയ ഉള്ളത്. ഓരോ L മീറ്റർ ഗ്യാപ്പിലും ഒരു L മീറ്റർ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏരിയ എടുക്കുകയാണ്, ഏരിയ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ നമ്മൾ AN വരെയുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പർ A10 വരെ നമ്മൾ എന്ത് ചെയ്യുക, ഏരിയ കണ്ടുപിടിക്കുകയാണ്. 10 സെക്ഷൻസ് ഉണ്ട് വിചാരിക്കുക. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുക. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഫോർമുല നേരെ മനസ്സിലാക്കുക, ട്രപ്പിസോഡൽ ഫോർമുലേൻ്റെ. അത് മനസ്സിലാക്കിയാൽ നമുക്ക് നേരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഏരിയ നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നേരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ വോളിയം ഈക്വൽ ടു L ഇൻറ്റു A1/2 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് അപ് ടു AN-1 പ്ലസ് AN/2. അതായത് ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ, ഫസ്റ്റ് ഏരിയ പ്ലസ് ലാസ്റ്റ് ഏരിയ ബൈ 2. A1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഏരിയ ആണ് അല്ലേ. AN എന്ന് പറഞ്ഞാൽ എന്താണ്, ലാസ്റ്റ് ഏരിയ ആണ്. ഫസ്റ്റ് ഏരിയേൻ്റെ ബൈ 2, ഫസ്റ്റ് ഏരിയേൻ്റെ പകുതി എടുക്കുക പ്ലസ് ലാസ്റ്റ് ഏരിയേൻ്റെ പകുതി എടുക്കുക പ്ലസ് ബാക്കി വരുന്ന ഏരിയ. അപ്പോൾ നമുക്കൊരു 10 ഏരിയകൾ നമുക്ക് തന്നിട്ടുണ്ട് വിചാരിക്കുക. 10 ഏരിയ ഒരു L ഡിസ്റ്റൻസിൽ, 10 മീറ്റർ ഡിസ്റ്റൻസിൽ 10 ഏരിയകൾ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ഏരിയേൻ്റെയും 10ാമത്തെ ഏരിയേൻ്റെയും പകുതി നമ്മൾ എടുക്കുക, അത് നമ്മൾ ആഡ് ചെയ്യുക, പ്ലസ് ബാക്കിയുള്ള 2ാമത്തെ 3ാമത്തെ അങ്ങനെ 9ാമത്തെ വരെയുള്ള ഏരിയകൾ ആഡ് ചെയ്യുക, ഇൻറ്റു L ചെയ്യുക. L എന്താണ്, ഈ ഏരിയകൾ നമ്മൾ എത്ര ഡിസ്റ്റൻസിലുള്ള ഏരിയയാണ് നമ്മൾ എടുത്തുള്ളത്, ആ ഏരിയകൾ തമ്മിലുള്ള ഗ്യാപ്പ്, അത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, വോളിയം കിട്ടി. ഇങ്ങനെയാണ് ട്രപ്പിസോഡൽ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ് പ്രിസ്മോഡൽ ഫോർമുലയാണ്. പ്രിസ്മോഡൽ ഫോർമുലയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നമ്മൾ പ്രിസ്മോയിഡൽ ഷേപ്പിലാണ്, ഇതിൽ പ്രിസ്മോയിഡാണ് ഈ സെക്ഷൻ എന്നുള്ള കൺസിഡറേഷനാണ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ, അതായത് ഒരു ചെറിയൊരു പീസ് ഓഫ് റോഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു സിംഗിൾ ലെങ്ത്ത് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു 10 മീറ്റർ ലെങ്ത്ത്, അതിൻ്റെ ഫസ്റ്റ് ഏരിയയും ലാസ്റ്റ് ഏരിയ A1ഉം A2ഉം നമുക്കറിയാം, അതിൻ്റെ മിഡ് ഏരിയ നമുക്കറിയാമെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് പ്രിസ്മോഡൽ ഫോർമുല എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ വോളിയം ഈക്വൽ ടു L/6 ഇൻറ്റു A1 പ്ലസ് 4AM പ്ലസ് A2. ഇക്വേഷൻസ് കാണുന്നുണ്ടാവും. വോളിയം V ഈക്വൽ ടു L/6 ഇൻറ്റു A1 പ്ലസ് 4AM പ്ലസ് A2. ഓരോന്നും എന്താ നോക്കാൻ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. A1 എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ ആയിട്ട് 1 എൻഡ്, ഒരു എൻഡിൽ, അതായത് ഫസ്റ്റത്തെ ഏരിയ, ഒരു എൻഡിലത്തെ ഏരിയ A1. A2 എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറ്റ് ദ അതർ എൻഡ്, മറ്റേ എൻഡിലുള്ള ഏരിയ A2. ഇനി AM എന്ന് പറഞ്ഞാൽ എന്താ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറ്റ് ദ മിഡിൽ ഭാഗത്ത് വരുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ AM. L എന്ന് പറഞ്ഞാൽ എന്താ, ലെങ്ത് ബിറ്റ്വീൻ 2 സെക്ഷൻസ്, A1ഉം A2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസാണ് L. അപ്പോൾ ഇങ്ങനെ ഒറ്റ പീസ് മാത്രം നിന്നിട്ട് 2 സെക്ഷൻസ് വെച്ച് തരികയാണെങ്കിൽ നമുക്ക് L/6 ഇൻറ്റു A1 പ്ലസ്
4am+a2 എന്നുള്ള ഫോർമുല പ്രസ് മോഡൽ ഫോർമുല ഉപയോഗിക്കാം. മറ്റ് മെത്തേഡുകളെക്കാളും അക്യുറേറ്റ് ആയിരിക്കും ഇത്. അതായത് ആദ്യം പറഞ്ഞ മിഡ് സെക്ഷനും മീൻ സെക്ഷനേക്കാളൊക്കെ അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്കിതിലൂടെ കിട്ടും. പക്ഷെ നമുക്ക് ഈ ചെറിയൊരു പീസിൻ്റെ മാത്രം കണ്ടാൽ പോരാ. എന്താ, നമ്പർ ഓഫ് സെക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ഇപ്പോൾ നമ്മൾ ആദ്യം ട്രപ്പിസോഡൽ ഫോർമുലയിൽ പറഞ്ഞ പോലെ കുറേ എണ്ണം, ഇപ്പോൾ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോൾ കുറേ സെക്ഷൻസ് നമ്മൾ എടുക്കും അല്ലേ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട് പ്രസ് മോഡൽ ഫോർമുല ഫോർ ഓഡ് നമ്പർ ഓഫ് സീരീസ് ഓഫ് സെക്ഷൻസ് എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ സീരീസ് ഓഫ് സെക്ഷൻസ് ഓഡ് നമ്പർ ആണെങ്കിൽ, അത് ഒറ്റ സംഖ്യ ആണെങ്കിൽ, ഇപ്പോൾ ഒരു 9 സെക്ഷൻസ് തന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ പ്രസ് മോഡൽ ഫോർമുല ഉപയോഗിക്കുക. അപ്പോൾ ഇത് അക്യുറേറ്റ് മെത്തേഡാണ്. പക്ഷേ എന്താ ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ 10 സെക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ 9 എണ്ണത്തിന് കണ്ടുപിടിച്ചിട്ട് അടുത്തൊരു സെക്ഷൻ്റെ നമ്മൾ സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് സെക്ഷൻസ് ആണെങ്കിലാണ് നമ്മൾ പ്രസ് മോഡൽ ഫോർമുല ഉപയോഗിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് ചോദിക്കാറുണ്ട് ഏത് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത് നമുക്കോട് പറഞ്ഞു തരില്ല, ജസ്റ്റ് ചോദ്യം തരുള്ളൂ. അതിലപ്പോൾ ഈവൻ നമ്പറാണ് തന്നിട്ട് നമ്മൾ പ്രസ് മോഡൽ ഫോർമുല വെച്ച് ചെയ്യാൻ ശ്രമിക്കരുത്, നമ്മൾ ട്രപ്പിസോഡൽ ഫോർമുല വെച്ച് തന്നെ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ് മെത്തേഡ് എന്നുള്ളത് നോക്കാം. ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്താണ് ഇക്വേഷൻ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് ഓർത്ത് വയ്ക്കും വേണം. എല്ലാ ഇക്വേഷൻസും നമ്മളെ മനസ്സിലെപ്പോഴും ഉണ്ടാവും വേണം. ഓക്കെ, ഇതാണ് പറയുന്നത് പ്രസ് മോഡൽ ഫോർമുലയിൽ വോളിയം ഈക്വൽ ടു L/3 ഇൻറ്റു A1 + AN + 4A2 + A4 + etc. AN-1 + 2 × A3 + A5 + etc. AN-1. അതൊക്കെ വായിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷനായിട്ട് തോന്നും. പക്ഷെ എന്താ ഉദ്ദേശിക്കുന്നത് താഴെ എഴുതിയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. വോളിയം ഈക്വൽ ടു ഇത്രയേ ഉള്ളൂ. വോളിയം ഈക്വൽ ടു L/3 ഇൻറ്റു ഫസ്റ്റ് ഏരിയ പ്ലസ് ലാസ്റ്റ് ഏരിയ. ഫസ്റ്റ് ഏരിയ പ്ലസ് ലാസ്റ്റ് ഏരിയ A1ഉം ANഉം ഫസ്റ്റ് ഏരിയ പ്ലസ് ലാസ്റ്റ് ഏരിയ പ്ലസ് 4 ഇൻറ്റു സിഗ്മ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്മാണ് അല്ലേ. 4 ഇൻറ്റു സം ഓഫ് ഓഡ് ഏരിയാസ്. എന്താ ഓഡ് ഏരിയാസ്? ഒറ്റ സ്ഥാനത്ത് വരുന്ന 4 ഇൻറ്റു ഒറ്റ സ്ഥാനത്ത് വരുന്ന ഏരിയാസ്. അത് ഇൻറ്റു 2 ഇൻറ്റു ഈവൻ ഏരിയാസ്. 2 ഇൻറ്റു ഈവൻ ഏരിയാസ് എന്നാണ് ഇരട്ട സ്ഥാനത്ത് വരുന്ന ഏരിയാസ്. അങ്ങനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതാണ് ആ ഇക്വേഷൻ എഴുതിക്കൊണ്ടുള്ള ഉദ്ദേശം. മനസ്സിലാകണമെന്ന് വിചാരിക്കുന്നു. L/3 ഇൻറ്റു ഫസ്റ്റ് ഏരിയ പ്ലസ് ലാസ്റ്റ് ഏരിയ ഇൻറ്റു 4 ഇൻറ്റു ബ്രാക്കറ്റ് ഇടുക. ഇനി ഒറ്റ സ്ഥാനത്ത് വരുന്നത് പറഞ്ഞാൽ A1 നമ്മൾ ഓൾറെഡി എടുത്തു. പിന്നെന്താണ് A2 ആണ് അടുത്ത് വരിക. A2 A4 അങ്ങനെ എക്സെട്ര വരുന്ന ഭാഗത്തുള്ളത് ഓഡ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ഈവൻ ഏരിയാസ്. ഈവൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഇരട്ട സ്ഥാനത്ത് വരുന്ന ഏരിയാസ്. ഈവൻ സ്ഥാനങ്ങളിൽ വരുന്ന ഏരിയാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും, വോളിയം കിട്ടും. അപ്പോൾ ആ ഇക്വേഷൻ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്കത് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാവും. താഴെ ഒരു പോയിന്റ് കൂടി എഴുതിയിട്ടുണ്ട്. പ്രസ് മോഡൽ ഫോർമുല ഈസ് നോൺ ആസ് സിംസൺസ് റൂൾ. പ്രസ് മോഡൽ ഫോർമുലേന് മറ്റൊരു പേരുണ്ട് സിംസൺസ് റൂൾ. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം സിംസൺ റൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യാമെന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അത് പ്രസ് മോഡൽ ഫോർമുല തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മെത്തേഡ്സ് 4 മെത്തേഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായിട്ടും ഇക്വേഷൻസ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. 4 ഇക്വേഷൻ ഒന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. പ്രോബ്ലംസ് നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഉറക്കുകയും കൂടി ചെയ്തോളും. ഓക്കെ.